അങ്ങനെ ക്ലിഫ് ഹൗസ് ആണ് ഈ ദിവസത്തെ ശ്രദ്ധാകേന്ദ്രം. നിർണായകമായുള്ള കൂടിക്കാഴ്ചകൾ, ചർച്ചകളൊക്കെ അവിടെ നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഹോം സെക്രട്ടറി ഉൾപ്പെടെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം DGPയുടെ വരവിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. DGP അല്പസമയത്തിനും ക്ലിഫ് ഹൗസിലേക്ക് എത്തും. DGPയാണ് ADGPക്കെതിരായ ഈ അന്വേഷണം നടത്തിയത്. ആ റിപ്പോർട്ടിന്മേൽ എന്തായിരിക്കാം ഇനി തീരുമാനം എന്നാണ് ഏറെ ആകാംക്ഷാജനകമായിട്ടുള്ള വസ്തുത. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അനന്തകൃഷ്ണൻ ക്ലിഫ് ഹൗസിന് മുന്നിൽ നിന്നും ചേരുന്നുണ്ട്. അനന്തൻ, DGP എത്തിയോ? എത്താൻ വൈകുന്നുണ്ടല്ലോ. DGP അല്പസമയത്തിനകം എത്തുമെന്നല്ലേ കരുതേണ്ടത്? അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് കടക്കും. ആ റിപ്പോർട്ടാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതും അതിന്മേലുള്ള തീരുമാനമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? പ്രജീഷ്, ആകാംക്ഷയുടെ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. എല്ലാ കണ്ണുകളും ക്ലിഫ് ഹൗസിലേക്ക് എന്ന് തന്നെ നമുക്ക് ആലങ്കാരികമായി പറയാം. കാരണം കഴിഞ്ഞ ഒരു മാസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ, വിവാദങ്ങൾ, ഇതിനെല്ലാം കേന്ദ്ര കഥാപാത്രമായി നിൽക്കുന്നത് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP MR അജിത് കുമാറാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ, PV അൻവർ MLA ഉന്നയിച്ച നിരവധി ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബ് ഇന്നലെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാറിനെതിരെ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ ആകാംക്ഷയിലാണ് ക്ലിഫ് ഹൗസും ഒപ്പം തന്നെ കേരളവും ഉള്ളത്. അത് സംബന്ധിച്ചുള്ള നിർണായകമായ യോഗം എനിക്ക് പിന്നിൽ ഈ ക്ലിഫ് ഹൗസിൽ നടക്കുന്നുണ്ട്. നിലവിൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖരായ KK രാഗേഷ്, CM ദിവാകരൻ അടക്കമുള്ളവരുണ്ട്. അല്പസമയത്തിനകം DGP ഷേഖ് ദർവേ സാഹിബ് കൂടി ഈ ക്ലിഫ് ഹൗസിലേക്ക് എത്തും. നിലവിൽ DGP നൽകിയ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ RSS നേതാക്കളെ ADGP കണ്ടതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ള പരാമർശങ്ങൾ ഉണ്ട്. അതിനൊപ്പം തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ശുപാർശ DGP ആ ഫയലിൽ കുറിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ DGP മുഖ്യമന്ത്രിയെ മുഖതാവിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ, അതിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അത് അറിയിക്കും. അത് ഇനിയുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിൽ ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ലിഫ് ഹൗസിൻ്റെ പരിസരത്ത് ഈ ഒരു വലിയ പോലീസ് സന്നാഹവും ഒപ്പം തന്നെ ഈ മാധ്യമങ്ങളുടെ വലിയ സംഘവും ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. ഈ വഴി DGP 11 മണിക്കാണ് അദ്ദേഹത്തിന് സമയം നൽകിയിരുന്നത്. ഏതാണ്ട് അല്പസമയം കൂടി വൈകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വഴിയിലൂടെ, ആ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ കാണുന്ന ആ വഴിയിലൂടെയാണ് ക്ലിഫ് ഹൗസിലേക്ക് DGP എത്തുക. മറ്റൊരു വഴി ക്ലിഫ് ഹൗസിൻ്റെ പിൻവശത്തുകൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോലീസുകാരോടൊക്കെ ചോദിക്കുമ്പോൾ ആ വഴിയിൽ പോകാനുള്ള സാധ്യത ഇല്ല, ഇതുവഴി തന്നെയാണ് DGP വരുന്നത്, ഈ റൂട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ DGP ഇതുവഴി അല്പസമയത്തിനകം വരും. അദ്ദേഹത്തിൻ്റെ വാഹനം ഇതുവഴി കടന്നു പോകുന്നത് കാണാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ DGPയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട ശേഷം തിരിച്ചിറങ്ങുമ്പോൾ ഒരുപക്ഷെ ഒരു പ്രതികരണം ഉണ്ടായേക്കാം. അതിനപ്പുറം മറ്റ് പ്രതികരണങ്ങളൊന്നും ഉണ്ടാകില്ല. ഇന്ന് ഈ ദിവസം നമ്മൾ കാത്തിരിക്കുന്നത് യെസ് ഓർ നോ, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ. ആ യെസ് എന്ന നിലയിലേക്ക് തന്നെ ആയിരിക്കില്ലേ കാര്യങ്ങൾ പോവുക? കാരണം ഇവിടെ പരിശോധനയ്ക്ക് വിധേയമായിരിക്കുന്നത് അതിൻ്റെ ചുമതല DGPക്കാണ്. DGP അൻവറിൻ്റെ ആരോപണവുമായി ബന്ധപ്പെട്ട മാമി തിരോധന കേസ്, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനേക്കാളുപരി ഈ പൊളിറ്റിക്കലി CPM-നെ വേട്ടയാടുന്ന ഈ RSS കൂടിക്കാഴ്ച നടത്തി എന്ന ഗുരുതര ആരോപണം, ഇതിന്മേൽ ഒരു ഉത്തരം എന്തായാലും നൽകും. ആ ഉത്തരം ക്രമസമാധാന ചുമതലയടക്കം ഒരു കടുത്ത നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം ഇതുവരെ ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി എന്നതിന് കൂടുതൽ സാധുതയും അവകാശവാദവും ഉന്നയിക്കാൻ കഴിയും. ഒന്ന്, ഒരു IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമ്പോൾ വ്യവസ്ഥകൾ വേണം. ഇല്ല എങ്കിൽ നേരത്തെ മുൻപ് സെൻകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനടക്കം പോയതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇതുവരെ പറഞ്ഞതാണ്. അപ്പോൾ നാളെ നിയമസഭ ചേരാൻ പോകുന്നു. നിയമസഭയിൽ ഒരു ഉത്തരം പൊളിറ്റിക്കലി, രാഷ്ട്രീയമായി കേരളത്തോടും ഒപ്പം പ്രതിപക്ഷത്തോടും നൽകാൻ കഴിയും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇനി മറ്റൊരു ഡെഡ് ലൈനിനുള്ള സാധ്യത ഇല്ല. ഒരു നടപടിയിലേക്ക് പോയേക്കാം എന്ന് തന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാമല്ലേ? പ്രജീഷ്, ഇപ്പോൾ നമ്മൾ കണ്ടതൊരു വാഹനം ക്ലിഫ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖനായ KK രാഗേഷാണ്. അദ്ദേഹം ക്ലിഫ് ഹൗസിൽ നിന്ന് മടങ്ങുന്നു. അപ്പോൾ DGP വരുന്നതുവരെ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ തുടരുന്നില്ല. നേരത്തെ KK രാഗേഷും P ശശിയും അടക്കമുള്ളവരാണ് അന്വേഷണ റിപ്പോർട്ടുമായി മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി എത്തിയിരുന്നത്. അതിൽ KK രാഗേഷ് ഇപ്പോൾ മടങ്ങുന്നു. അപ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവലോകനം കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഹോം സെക്രട്ടറിക്ക്
ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ ഒരു കോപ്പി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും സമർപ്പിച്ചിരുന്നു. ആ കോപ്പിയുമായിട്ടാണ് കെ രാജേഷ് അടക്കമുള്ളവർ ക്ലിഫ് ഹൗസിലേക്ക് വന്നത്. ഇപ്പോൾ കെ രാജേഷ് മടങ്ങിയിരിക്കുന്നു. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ യെസ് ഓർ നോ, അതിൽ യെസ് എന്നുള്ള ഒരു തീരുമാനമാകും ക്ലിഫ് ഹൗസിൽ നിന്നുണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം നടപടി ഏതായാലും ഉറപ്പാണ്. അത് എന്ത് തരം നടപടി ADGP MR അജിത് കുമാറിനെതിരെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇനി അറിയാനുള്ളത്. അതൊരു ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നടപടിയാണോ, അതല്ല ഒരു സസ്പെൻഷൻ അടക്കമുള്ള കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അത് DGPയുടെ ഈ കൂടിക്കാഴ്ചയിൽ അതിൻ്റെ ഒരു തീരുമാനമുണ്ടാകും. കാരണം DGP നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അതിനപ്പുറം അദ്ദേഹം എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ ആരോപണങ്ങളിൽ തുടരന്വേഷണം ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ശുപാർശകൾ അദ്ദേഹം ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊരു പക്ഷേ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് DGP പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആ റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം RSS നേതാക്കളെ കണ്ടത് ഗുരുതരമായ വീഴ്ചയായിട്ട് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറിച്ച് PV അൻവർ MLA ഉന്നയിച്ച സ്വർണ്ണക്കടത്ത്, അധോലോക നീക്കങ്ങൾ അടക്കമുള്ള ആരോപണങ്ങളിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പര്യാപ്തമായ തെളിവുകൾ PV അൻവർ MLA ഹാജരാക്കിയിട്ടില്ല, കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു അവലോകനമാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറം മറ്റെന്തെങ്കിലും ആ റിപ്പോർട്ടിലുണ്ടോ? ഒരു ADGPയെ സംബന്ധിച്ചിടത്തോളം കർശനമായ നടപടിയെടുക്കേണ്ട എന്തെങ്കിലും വസ്തുതകൾ ആ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ കുറച്ചുകൂടി ഗൗരവമായ ഒരു അന്വേഷണത്തിലേക്ക് ADGPക്കെതിരെ നടക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളത് ഇനി അറിയാനുണ്ട്. ഏതായാലും DGP ഇവിടേക്ക് വരേണ്ടതുണ്ട്. DGPയെ കാത്തുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്. അല്പസമയത്തിനകം DGP എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രജീഷ്, അനന്തൻ, ഇക്കാര്യത്തിൽ എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഈ അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, അതിൽ ഒന്ന് മാമി തിരോധന കേസ്, ഈ അധോലോക ബന്ധം, അത് ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ ഒരു തെളിവുകൾ സമാഹരിക്കുക എന്ന സംബന്ധിച്ചുള്ള ഒരു വലിയൊരു ചലഞ്ച് എന്ന നിലയിലേക്കാണല്ലോ ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അക്കാര്യങ്ങൾ തള്ളപ്പെടുകയോ അല്ലെങ്കിൽ അൻവറിനെ തള്ളുകയോ ചെയ്യാം. അതല്ല മറ്റ് ശുപാർശകളിലേക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇനി വേറെ എന്തെങ്കിലും അന്വേഷണം നടത്തേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപക്ഷെ DGP സാക്ഷ്യപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പരാമർശിക്കാം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പൊളിറ്റിക്കലി നോക്കുമ്പോൾ CPM ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, CPI ഉന്നയിക്കുന്ന, RJD ഇപ്പോൾ ആരോ പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ അനന്തൻ, ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. അനന്തൻ, ആരാണ് അത്? ആ വാഹനത്തിൽ ആരുമില്ല. അത് ക്ലിഫ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയൊരു വാഹനം മാത്രമാണ്. ശരി ഓക്കെ. അപ്പോൾ അനന്തൻ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ ഉള്ള മറുപടിയിന്മേൽ ഏറ്റവും കൂടുതൽ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ അനന്തനൊക്കെ പറഞ്ഞു വരുന്നത് അനുസരിച്ചാണെങ്കിൽ RSS കൂടിക്കാഴ്ച ഗൗരവത്തോടുകൂടി ഒരു മാർക്ക് അവിടെ ഇട്ടിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന്മേലായിരിക്കുമോ നടപടിക്കുള്ള സാധ്യത കൂടുതൽ? അങ്ങനെയെങ്കിൽ അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം പ്രതീക്ഷ ഈ RSS നേതാക്കളെ രണ്ട് നേതാക്കളെയാണ്, അതായത് ദത്താത്രേയ ഹൊസബളയെ തൃശ്ശൂർ വെച്ചും RSS BJP നേതാവായ രാം മാധവനെ തിരുവനന്തപുരത്ത് വെച്ചുമാണ് ADGP കണ്ടത്. ആ രണ്ട് കൂടിക്കാഴ്ചയ്ക്കും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു. ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് മറ്റൊരു സുഹൃത്തിൻ്റെ വാഹനത്തിൽ പോയി എന്നുള്ളതാണ്. ആ വിവരം ഇപ്പോൾ മാത്രമാണ് വരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു കൂടിക്കാഴ്ച, അതിൻ്റെ വിവരങ്ങൾ ഈ PV അൻവർ MLAയുടെ ആരോപണങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പോൾ അത് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് സർക്കാരിലേക്ക്. ഈ ആരോപണം വന്നപ്പോൾ നേരത്തെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറം CPM-നും ഇടതുമുന്നണിക്കും സർക്കാരിനും, പിണറായി സർക്കാരിനും വലിയ ഡാമേജ്, പൊളിറ്റിക്കലി ഡാമേജ് ഉണ്ടാക്കിയത് ഈ RSS നേതാക്കളെ ADGP രഹസ്യമായി കണ്ടു എന്നുള്ളതാണ്. അതിലാണ് CPI-യും ഇടഞ്ഞു നിന്നത്. അത്തരമൊരു ഉദ്യോഗസ്ഥൻ, RSS നേതാക്കളുമായി സൗഹൃദം പങ്കിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയിൽ തുടരാൻ കഴിയില്ല എന്നുള്ള നിലപാട് CPI എടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട്, പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്രമത്തിന്റെ ലംഘനം പ്രത്യക്ഷത്തിൽ കാണാനും കഴിയില്ല. ഒരു